നമസ്കാരം കൂട്ടുകാരെ, ഗോൾ വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ പ്രിയങ്കരിയായ ശ്രുതിയാണ്. ശ്രുതി, നമസ്കാരം. നമസ്കാരം. വീണ്ടും കണ്ടത് നമ്മൾ വീണ്ടും കണ്ടുപിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷം 2024 ഒരു കറക്കം കഴിഞ്ഞ് ഞാൻ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ലാൻഡ് ചെയ്തത് നേരെ ഷെഫ് പിള്ളയുടെ കിച്ചണിലേക്ക്. സന്തോഷം. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഗുജറാത്തിലായിരുന്നു. അയ്യോ, ഗുജറാത്തിൽ എന്താണ് പരിപാടി? റൺ ഓഫ് കച്ച് വൈറ്റ് ഡെസേർട്ടിൽ പോയി അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. എന്തായിരുന്നു ആ വിശേഷം? എന്ത് ഫുഡാണ് ചോദിച്ചത്? അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നമുക്ക് ഉച്ചക്കൊക്കെ അവിടുത്തെ റൈസ് മറ്റേ അറിയാലോ, മറ്റേ ബാസ്മതി പോലത്തെ റൈസ് അല്ലേ, ഇത് കഴിക്കണം, എനിക്ക് ഇഷ്ടമില്ല ആ റൈസ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് നല്ല മട്ടേരി കിട്ടി. മട്ടേരിയും ബീട്രൂട്ട് തോരനും അതുപോലെ മാങ്ങാക്കറിയും ഒക്കെ. ഭയങ്കര കേരള മാങ്ങാക്കറിയൊക്കെ എനിക്ക് സന്തോഷമായി. എനിക്ക് അത് നല്ല ടേസ്റ്റി ആയിട്ട് അവർ ഉണ്ടാക്കി തന്നു. പിന്നെ അല്ലാതെ നമുക്ക് നാൻ ഉണ്ടായിരുന്നു, ആലു പറാത്ത, അതൊക്കെ ആയിരുന്നു. വെജിറ്റേറിയൻ. ഗുജറാത്ത് വെജിറ്റേറിയൻ സ്ഥലമാണ്. അപ്പൊ അവിടെ ഫുൾ വെജിറ്റേറിയൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്താണ് ഈ ഒരു ട്രിപ്പിൽ പോയിട്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവര് പോഹ ഒരെണ്ണം തന്നായിരുന്നു. പോഹ അടിപൊളിയായിരുന്നു. അതെ, കപ്പലണ്ടിയൊക്കെ ഇട്ട് മഞ്ഞ കളർ. ഭയങ്കര പ്രഭാത ഭക്ഷണമാണ് ഈ വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഗുജറാത്തിലും അല്ലെങ്കിൽ ഈവൻ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവല് കുതിർത്ത് തേങ്ങയും ശർക്കരയും അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുന്നത്, വിളയിച്ച് കഴിക്കും എന്നൊക്കെ പറയും. പക്ഷെ അവിടെ പോഹ എന്ന് പറഞ്ഞിട്ട് അവല് കുതിർത്ത് അവര് കുറച്ച് സ്റ്റൈലിൽ പോഹാന്ന് പറയൂ, അത്രേ ഉള്ളൂ. പക്ഷെ അവല് തന്നെ ആണ്. പക്ഷെ എന്നാലും ഒരു ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ് ആണ്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അതിനകത്ത് കുറച്ച് പീനട്സ് ഇടുമ്പോൾ അതിന്റെ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുന്നു. പിന്നെ ചാട്സ് ഒക്കെ അടിപൊളിയാട്ടോ. ചാട്ടെല്ലാം കഴിച്ചു. കുറച്ചൊക്കെ, എല്ലാം കഴിക്കാൻ സമയം കിട്ടില്ല, സ്ഥലം കാണണ്ടായി. അത് മരുഭൂമിക്കകത്തായിരുന്നു. കുറച്ച് ചാട്ട കിട്ടിയുള്ളൂ. എന്നാൽ കിട്ടിയതൊക്കെ കഴിച്ചു. ശ്രുതിക്ക് ഇന്ന് ചെമ്മീനും മാങ്ങയും മുരിങ്ങയ്ക്കയും കൂട്ടൊരു കറിയാണ്. ആലപ്പുഴ കറി എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അവിടെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഒക്കെ സ്ഥലത്ത് നമ്മൾ ചെമ്മീൻ്റെ കൂടെ മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ഒക്കെ ഇടും. അപ്പോൾ അതിനൊരു വെറൈറ്റി ആയിട്ട് കുറച്ച് അതിൻ്റെ ഒരു മെത്തേഡിനകത്ത് കുറച്ച് മാറ്റം വരുത്തിയ ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ അമേസിംഗ് ആയിട്ടുള്ളൊരു കറിയാണ്. അതിൻ്റെ ഈ തേങ്ങ അരയ്ക്കുമെന്ന് പറഞ്ഞില്ല, ഇപ്പോൾ തേങ്ങയോടൊപ്പം തന്നെ മാങ്ങയും കൂടെ അരച്ച്, അതല്ലാതെ മാങ്ങയും മുരിങ്ങയും കൂടെ വേവിച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയ്ക്കയും മാങ്ങയും മുരിങ്ങയ്ക്കയുടെ ഒരു കുക്കിംഗ് ഇതുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങയ്ക്ക ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ചെമ്മീനുണ്ട്. അപ്പോൾ ചെമ്മീൻ സാധാരണ ഡയറക്റ്റായിട്ട് കറിയിലിടും. ഇത് പക്ഷേ ഞങ്ങൾ ഒരു ഇത്തിരി ഒന്ന് മറിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്തിട്ടാണ് ഈ കറിയിലിടുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറയൂ. ഈ ടേബിൾ സ്പൂണും ടീസ്പൂണും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എല്ലാവരുടെയും ചോദ്യമാണ്. അല്ല, എനിക്ക് എപ്പോഴും അത് തിരിഞ്ഞു പോകും. ലേശം എണ്ണ ഒഴിച്ചിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതവിടെ ഇരിക്കട്ടെ. ശ്രുതി ഭയങ്കര ഫുഡിയാണെന്ന് എനിക്കറിയാം. അപ്പം എനിക്ക് അറിയേണ്ടത് ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് എന്താണ്? ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ദോശയും സാമ്പാറും ചമ്മന്തി. അതെല്ലാം ഒരു മലയാളികളുടെ നൊസ്റ്റാൾജി. നമുക്ക് ഏത് സമയം അത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇപ്പൊ രാത്രിയിലായാലും നമ്മളൊരു തട്ടുദോശ എന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്കയിറച്ചിയും തട്ടുദോശയും ഓംലെറ്റും. കക്കയിറച്ചി അത് ആലപ്പുഴ ഇത് ബാക്കിയുള്ളവർക്കൊന്നും കിട്ടൂല. കക്കയിറച്ചിയൊന്നും എല്ലായിടത്തും ഇപ്പൊ ഈ കായലൊക്കെ ഉള്ളിടത്താണ് കക്ക കിട്ടുക. ഞങ്ങളുടെ നാട്ടിൽ കിട്ടും ഇഷ്ടം പോലെ കക്കയുണ്ട്. അപ്പൊ കക്കയിറച്ചിയും ദോശയും. കക്കയിറച്ചി നമ്മുടെ അവിടുത്തെ ആലപ്പുഴയിൽ ഒരു തട്ടുകടയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂട് ദോശയും ചമ്മന്തിയും, പിന്നെ അവരുടെ ഒരു മുളകുണ്ടല്ലോ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണേ സംഭവം, കാണുമ്പോൾ വെള്ളം പോലെ തോന്നുമെങ്കിലും നല്ല ടേസ്റ്റാ. ആ മുളകും പിന്നെ ഒരു ചൂട് ഓംലെറ്റും കക്കയിറച്ചിയും. കടയ്ക്ക് അങ്ങനെ പേരൊന്നുമില്ല. ഒരു ചേട്ടനും ഭാര്യയും ഭർത്താവും കൂടെ നടത്തുന്ന നമ്മളുടെ അവിടുത്തെ സ്കൂളുണ്ട്. അവിടെ ഒരു TD സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ തന്നെ ഇട്ടിരിക്കുന്നതാ. ഇത് ഈ ഒരു എപ്പിസോഡ് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ ഇത് അറിയാവുന്ന ഒരു കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് പോയി കഴിക്കും. അതെ, അവിടെ കുറെ പേരുണ്ട്. അവിടെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും. നല്ല കക്കയിറച്ചിയാണ്. ഞാൻ സ്കൂൾ ടൈം തൊട്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞ അവിടുത്തെ ഫുഡ്. സെക്കൻഡ് ഷോ എനിക്കും അച്ഛനും വീക്ക്നെസ് ആണ്. സെക്കൻഡ് ഷോ കഴിഞ്ഞ അവിടുത്തെ ഫുഡ് നിർബന്ധം. അപ്പോൾ നമുക്ക് ആ പ്രോൺ ഗ്രില്ല് ചെയ്യാനായിട്ട് ഒരു പാനിനകത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോഴത്തേക്ക് മുരിങ്ങയ്ക്ക് അവിടെ ഇങ്ങനെ വേവുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മാങ്ങയും കൂടെ ആഡ് ചെയ്യാം. യെസ്, ഇവിടെ ഉണ്ട് അരപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു തേങ്ങ നമ്മൾ മീൻകറിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തേങ്ങ പാൽ വെച്ചെടുക്കുക. ഇത് തേങ്ങ അരച്ച കറിയാണ്. അപ്പോൾ തേങ്ങയ്ക്കകത്ത് പച്ചമാങ്ങയും കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിരിക്കും. അപ്പോൾ ഈ മാങ്ങയും മുരിങ്ങയ്ക്കയും വേവുന്ന സമയത്ത്
നമ്മൾ ആ പ്രോൺ ഗ്രില്ല് ചെയ്യും. ഇത് എന്തോരം മാങ്ങിയിട്ടിട്ടുണ്ട്? ഇതിന് ഒരു കൃത്യമായ ഒരു അളവില്ല. 400 ഗ്രാം 500 ഗ്രാം ക്ലീൻ ചെയ്ത പ്രോൺ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതൊരു മുരിങ്ങയ്ക്ക ഒരു മാങ്ങയുടെ പകുതി ഭാഗം, അതേപോലെ കുറച്ച് പകുതി അതിനകത്ത് അരപ്പിനാണ്. അത് ആ കറിയുടെ ഒരു കൊഴുപ്പൂടെ കിട്ടും. മാങ്ങ അരഞ്ഞു ചേരുമ്പം അതൊരു തിക്നെസ്, ഓൾറെഡി കോക്കനട്ട് ഇടുമ്പോൾ ഒരു തിക്നെസ് ഉണ്ട്, അതിനോടൊപ്പം മാങ്ങയും കൂടെ അരഞ്ഞ് ചേരുമ്പോൾ ഉള്ള ഒരു ഇതാണ് വേണ്ടിയിട്ടാണ്. പാൻ ചൂടായി. ഗ്രില്ല് ചെയ്ത പ്രോൺ കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് നമ്മൾ എന്തിന്റെ കൂടെയാണ് കഴിക്കാൻ നല്ലത്? ചോറിന്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ദോശയോടെ കഴിക്കുന്നവരുണ്ട്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നവരുണ്ട്, അത് നമ്മുടെ ഇഷ്ടം. കക്കാറച്ചിയും ദോശ എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര വേർഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്ന ആളല്ലേ? ഞാൻ മറ്റേ ചോറിന്റെ കൂടെ കപ്പ ഉപ്പേരി കഴിക്കും. മിച്ചർ പോലെ കപ്പ ഉപ്പേരി. എനിക്ക് കപ്പ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചോറിന്റെ കൂടെ ഇടയ്ക്ക് ടച്ചിങ്സ് ആയിട്ട്. ശ്രുതി, എന്തൊക്കെയാണ് ഈ ഒരു ഒഴിവ് സമയം അല്ലെങ്കിൽ സമയം ഷൂട്ടിംഗ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കുക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എന്തായിരിക്കും കുക്ക് ചെയ്യുക? അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നാൽ ശ്രുതി, ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുവാണ്, ശ്രുതി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാക്കി തരിക? ഷെഫിന് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണോ? അല്ല, എന്നാലും ഷെഫ് അങ്ങനെ ഞാനും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഓർഡർ എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ ചിക്കൻ കറി ആയിരിക്കും വെച്ച് തരുന്നത്. എനിക്ക് ചിക്കൻ റോസ്റ്റിന്റെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കലുണ്ട്. അതിനകത്ത് എന്നെ ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരൂല, അത് ഞാൻ ഷെഫ് വരുമ്പോ തരാം. അപ്പൊ അത് ഇങ്ങനെ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്റെ അച്ഛനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കാരണം അതായിരിക്കും ഞാൻ തരാം. കാരണം സക്സസ്ഫുൾ ആയിട്ട് കുറെ പേര് നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ്, അതുകൊണ്ട് അതായിരിക്കും. ലേശം അതെ, ആ മുരിങ്ങയ്ക്ക മാങ്ങ വെന്തു നമ്മൾ ആ അരപ്പിട്ട് കൊടുക്കാണ് ആവശ്യമുള്ള. റെസിപ്പി ഉണ്ടല്ലോ, ഇത് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല. ഈ പ്രോൺസ് ഇങ്ങനെ മാങ്ങയൊക്കെ വെച്ചിട്ട് വെക്കുന്നത് വളരെ ഭയങ്കര മോശമായി പോയി. കാരണം ഈ ഒരു കറി, മാങ്ങ മുരിങ്ങയ്ക്ക കറിയുടെ വേറൊരു പേരെന്ന് പറയുന്നത് ആലപ്പി കറി എന്നാണ് പറയാ. ആലപ്പുഴക്കാരുടെ പേരിലാണ്. ഇപ്പൊ ആലപ്പി ഫിഷ് കറി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാങ്ങയും തേങ്ങാപ്പാലും കൂടെ ചേർത്ത കറി. ഞാൻ കഴിച്ചിട്ടുണ്ട്. പ്രോൺസ് കുറച്ച് ഗ്രില്ലായി, അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ഗ്രില്ല് ചെയ്ത ടേസ്റ്റ് വരുമ്പോൾ ഈ കറിയിലോട്ട് സാധാരണ നമുക്ക് പച്ചയ്ക്ക് പ്രോൺ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താലും കറി വരും, ടേസ്റ്റ് ആവും. പക്ഷെ ഒരു സംഭവം ഗ്രില്ല് ചെയ്യുമ്പം അതിൻ്റെ ഒരു ക്രിസ്പി, അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് കുക്ക് ആവാനും എളുപ്പമായിരിക്കും. ഇത് ഓൾറെഡി ഒരു അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നമ്മൾ കുഞ്ഞുള്ളി ഇട്ട് ലേശം വെളുത്തുള്ളി ഇട്ടു. ഇനി വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാം. ഞാൻ ഇടട്ടെ? കേട്ടോ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം കേട്ടോ, വാരി വിതറും. ആ ഷെഫിന്റെ പേര് പറയൂ. റാറ്ററ്റ്യൂലിയിലെ ഷെഫ് സാൾട്ട് ബേ എന്ന് പറഞ്ഞൊരു ഷെഫ് ഉണ്ട്. അദ്ദേഹമാണ് ആ ഒരു ഭയങ്കര ട്രെൻഡി ആയിട്ട് ആ മീറ്റ്. അദ്ദേഹത്തിന് കുറെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ സോൾട്ട് ഇങ്ങനെ ഇടുന്നത് അത് ഭയങ്കര രസമല്ലേ. ഞാൻ റാറ്ററ്റ്യൂലി സിനിമയ്ക്കകത്താണ് ഈവൻ ആ എലീനെ കൊണ്ട് പോലും അത് അങ്ങനെ റെഡിപ്പിക്കുന്നത്. സൂപ്പർ അല്ലേ. സോസ് റെഡിയായി, പ്രോൺസും ഏകദേശം ഗ്രില്ലായിട്ടുണ്ട്. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ കറക്റ്റ് അതിൻ്റെ ഒരു ഇതായി. നമ്മൾ ഇനി നേരെ ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ? പറയൂ. ഷെഫ് ചെയ്തിട്ടേ ഏതെങ്കിലും റെസിപ്പി ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടോ? പിന്നെ എത്രയോ എണ്ണം. അതൊന്ന് ടാർഗറ്റ് ചെയ്ത് പ്ലീസ് ക്ലോസ് ആയി പറയൂ. കാരണം എന്റെ അനിയന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു തവണ ഒരു കേക്ക് ചെയ്തായിരുന്നു. അത് ഇഷ്ടികയായി പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നെ ആ ഓവന്റെ അടുക്കയിൽ അടുപ്പിച്ചിട്ടില്ല. പ്ലീസ്. അല്ല, ഫ്ലോപ്പായി എന്നല്ല, നമ്മളൊരു കാര്യം അറിയാത്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുന്നു, അത് വീണ്ടും വീണ്ടും പെർഫെക്റ്റ് ആവാൻ വേണ്ടി മൾട്ടിപ്പിൾ ടൈം ചെയ്യുകയാണ്. പക്ഷെ എന്നെ പിന്നെ അടുപ്പിച്ചിട്ടില്ല. അത് അത്രമാത്രം ഇഷ്ടിക പോലെ ആക്കി. നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഇഷ്ടികയായിരുന്നു, പിന്നെ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, പക്ഷെ അതെന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഞാൻ മറ്റേ യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് ചെയ്തത് പറ്റിപ്പോയി. മൈക്രോവേവ് ഞാനും കൂടെ സെറ്റ് ആയില്ല, അതാ സംഭവിച്ചത്. പക്ഷെ ഷെഫ് ചെയ്ത് അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടൊരു കാര്യം നമുക്ക് അറിഞ്ഞതിന് ശേഷം ഭയങ്കര അത്രമാത്രം ഒരു പരാജയം വരാം. അല്ലല്ല, സ്റ്റാർട്ടിംഗ് ടൈമിൽ ആദ്യം നമ്മൾ ഇതിനകത്ത് പഠിക്കാനായിട്ട് വന്നു, ട്രെയിനിങ് ആയിട്ട് നിൽക്കില്ലേ. ഒരു ഹ്യൂജ് ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഷെഫ് ഇങ്ങനെ ചെയ്തിട്ട് അബദ്ധം പറ്റിയതാണോ ഫിഷ് നിർവാണ? അത് അബദ്ധം പറ്റിയല്ല, അത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഡിഷാണ്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ള ടിപ്സ്. ഇപ്പൊ നിങ്ങൾ ശ്രുതിയെടുത്തല്ല ആരെടുത്താലും ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നി നമുക്ക് കഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ വേറൊരാൾക്ക് കഴിക്കാനായിരിക്കും. അപ്പൊ ആ ഒരു കഴിക്കുന്ന ഒരാൾക്ക് സന്തോഷം ഉണ്ടാവണം അത് കഴിക്കുമ്പോൾ എന്ന ഒരു ഫീലോട് കൂടി നിങ്ങൾ ഇനി എങ്ങനെ ഉണ്ടാക്കിയാലും അതിനൊരു ഏതെങ്കിലും ഒരു മിനിമം ടേസ്റ്റെങ്കിലും ഉണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ അതിപ്പോ നമ്മൾ ആ ഒരു എഫർട്ട് എടുത്ത് ഇപ്പൊ ഇച്ചിരി ഉപ്പ് കൂടി പോയേക്കാം, അല്ലെ കരിഞ്ഞേക്കാം, എന്തെങ്കിലും സംഭവിക്കും. ഭക്ഷണമാണ്, ഓരോ സമയത്തും ഒരു ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് അതിനൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമാണ്. അത് ചെറിയ ഡിഷ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ വീട്ടിൽ
ചെല്ലുമ്പോ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയല്ലോ. സത്യം അമ്മൂമ്മ ഒരു ചമ്മന്തി അരച്ച് തന്നാലും അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ? കാരണം അവർ ആ ഒരു സ്നേഹം കൂടെ ചാലിച്ച് അത് ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ ഹോട്ടലിലെ കണക്കൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ആ ഒരു എൻ്റെ മോക്ക് അല്ലെങ്കിൽ കൊച്ചുമോക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവം അവൾ കഴിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ പ്രീ ആയിട്ട് അവരുടെ ബ്രെയിനകത്തുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി കറക്റ്റായിട്ട് വരും. അപ്പോൾ ആ രീതിയിൽ സ്നേഹമായിട്ട് വരും. ആയോ ആയി. ഇനിയിപ്പം നമുക്ക് കഴിയാം. പിന്നെ അധികം ചെമ്മീനായി. ഒരു ചെമ്മീൻ ജസ്റ്റ് ഗ്രില്ല് ചെയ്തതിന് ഒന്ന് സെറ്റ് ആക്കി എടുത്താൽ മതി. ഇത് എളുപ്പമാണല്ലോ. എളുപ്പമാണ് അതല്ലേ. ഇത് നമ്മളിവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഷുകളൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈസി ആയിട്ട് വീട്ടിൽ ഇപ്പോൾ അറിയാത്ത ഒരാൾക്ക് പറഞ്ഞ പോലെ ഇത് മാങ്ങ, തേങ്ങ, എല്ലാവരുടെയും വീട്ടിലുള്ള മുരിങ്ങയ്ക്ക സീസൺ സമയത്ത് കുഞ്ഞുള്ളി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ചെമ്മീൻ വളരെ സുലഭമായിട്ട് കേരളത്തിൽ കിട്ടുന്നതാണ്. എനി ടൈമിൽ നമുക്ക് വലിയ ചെറിയ പൊടി കൊഞ്ചു മുതൽ വലിയ ലോബ്സ്റ്റർ വരെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോൺസ് വാങ്ങിക്കുക, ക്ലീൻ ചെയ്ത ഏത് പ്രോൺസ്. അപ്പോൾ പ്രോൺസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാണ്, എല്ലാവർക്കും ആണോ ഏറ്റവും ഇഷ്ടമാണ്. അപ്പോൾ പ്രോൺസ് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പലതരത്തിലുള്ള കറികളുണ്ട്. അപ്പോൾ ഇത് ഒരു ഇച്ചിരി പുളി ഒക്കെ ഉള്ള ഒരു മിക്സഡ് സംഭവം. ഇനി ശ്രുതിയുടെ പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്ലാൻ? ഈ വർഷത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ അതൊക്കെ പറയും. നന്നാവണം വിചാരിക്കണം. കഴിഞ്ഞ വർഷം ഞാനത് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. എന്തൊക്കെയായിരുന്നു റെസൊല്യൂഷൻ എടുത്തത് ഒരു ലാസ്റ്റ് ഇയർ? ഈ ഒരു 2024 പഴയ ശ്രുതി ഇങ്ങനെ ഭയങ്കര പറന്ന് കിടന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് എന്തെങ്കിലും മാറ്റം വേറെ ഇതുവരെ ചെയ്യാതിരുന്നതിൽ മാറ്റണം എന്ന് ആഗ്രഹിച്ച എന്തെങ്കിലും സംഭവമാണോ? അങ്ങനെ ഒന്നുമില്ല, എല്ലാം ഞാൻ എൻജോയ് ചെയ്താ നടക്കുന്നത്. ഈ വർഷം കുറച്ചുകൂടെ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ കുറച്ചൊന്ന് പിടിച്ചാ ട്രാവൽ ചെയ്തത്. എന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ചിങ്ങനെ മുഖം വീർപ്പിക്കുവേ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുന്നതെന്ന് പറയുമ്പോൾ എന്നും അങ്ങ് കറക്കാണ് എന്ന് പറയും. അപ്പൊ ഈ വർഷം ഞാൻ കുറച്ചും കൂടെ ഒക്കെ സ്ഥലമൊക്കെ കണ്ട് കുറച്ചും കൂടെ ഒക്കെ കൾച്ചറൊക്കെ കൂടെ കുറച്ചും കൂടെ മനസ്സിലാക്കണം എന്നൊരാഗ്രഹം എനിക്ക്. ഇന്ത്യയിലാണോ വെളിയിലാണോ? അങ്ങനെയൊന്നുമില്ല, എവിടെയും പോവാൻ റെഡി ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു വർഷം കാണാൻ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലം ഏതൊക്കെയാണ്? ലക്ഷദ്വീപ് എന്നെ +2 എന്റെ അച്ഛൻ പറ്റിച്ചതാ, ടൂറിന് കൊണ്ടുപോകാന്നും പറഞ്ഞിട്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ ഒക്കെ പോയി ഫേമസ് ആക്കിയതുകൊണ്ട് എന്താ പിന്നെ ഞാനും കൂടെ പോയേക്കാം. ലക്ഷദ്വീപ് എന്തായാലും എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. പിന്നെ എനിക്ക് ബാലി പോണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹത്തിന് കുറവൊന്നുമില്ല. നേപ്പാൾ, ഞാൻ ഇങ്ങനെ തുടങ്ങട്ടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതെ, ഷെഫ് എല്ലായിടവും ഇറങ്ങിയതല്ലേ. ഞാൻ പിന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട് പോവല്ല, എന്റെ ജോലിയുടെ ഭാഗവും ഈ ഒരു റെസ്റ്റോറൻറ്റ്സിന്റെ കാര്യത്തിൽ അത് നല്ലതാണ്. ഈ ട്രാവൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അറിവുകളും അല്ലെങ്കിൽ അനുഭവങ്ങൾ ഇതൊക്കെ എല്ലാം പേഴ്സണലി അല്ലെങ്കിൽ പ്രൊഫഷണലി അല്ലെങ്കിൽ അത് ബിസിനസ്സിനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചെമ്മീന്റെ കറി ടേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഗസ്റ്റിനെ വിളിക്കാനുണ്ട്. ഓക്കെ. അങ്ങനെ ആലപ്പുഴക്കാരി ശ്രുതിക്ക് ഇതുവരെ അറിയാത്ത ചെമ്മീൻ മാങ്ങ മുരിങ്ങയ്ക്ക കറി തരികയാണ്. ഗ്രില്ല് ചെയ്ത ചെമ്മീനാണ്. ഓക്കെ, ചൂടുണ്ടാവും. വേണമെങ്കിൽ ഇങ്ങനെ അതിന്റെ വാലിൽ പിടിച്ചിട്ട് മെല്ലെ സ്പൂണൊക്കെ വെച്ച് കഴിച്ചാൽ അടിപൊളി. ഞങ്ങളുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഉണ്ട്. പക്ഷെ എനിക്ക് എന്തൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അവിയലിന്റെ ആണോ എന്തോ ഒരു സ്വാദ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഈ ഒരു കറി ഉണ്ടാക്കാൻ ചെമ്മീൻ ഇത് ഗ്രില്ല് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു തരം രുചിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെമ്മീൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ മറിനേറ്റ് ചെയ്തിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണയിൽ ഗ്രില്ല് ചെയ്ത് ഗാർലിക്കും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഈ കറിയിലേക്ക് ആഡ് ചെയ്താൽ മതി. ആദ്യം തന്നെ മാങ്ങയും മുരിങ്ങയ്ക്കും കൂടെ വേവിക്കുന്നു. തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പച്ചമാങ്ങയും കൂടെ അരച്ച പേസ്റ്റ് ആഡ് ചെയ്യുന്നു. അതിലേക്ക് ഗ്രില്ല് ചെയ്ത പ്രോൺ ഇട്ടാൽ വളരെ വേഗത്തിൽ ഈ ചെമ്മീൻ മാങ്ങ മുരിങ്ങയ്ക്ക കറി റെഡിയാവും. അങ്ങനെ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. നമുക്ക് ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാം. അദ്ദേഹം ഒരു കൊറിയോഗ്രാഫി ചെയ്യുന്ന ഒരാളാണ്, ഫുഡിയാണ്, ഭയങ്കര പരീക്ഷണമൊക്കെ നടത്തുന്ന ഒരാളാണ്. പരീക്ഷണമായിട്ടാണോ അപ്പോൾ വരുന്നത്? നോക്കാം എന്താണെന്ന്. ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആളെ കാണാനായിട്ട്. ജൂഡ് മാനുവൽ ഫ്രം കൊച്ചിൻ. സ്വാഗതം ചെയ്യാം ജൂഡ്. ഹായ്, എൻ്റെ ഒരു ജൂഡ് മാനുവൽ ഇസ്മു. എൻ്റെ നാട് തേവര, എറണാകുളം. ഞാനൊരു ഡാൻസറാണ്, അതുപോലെ ഒരു കൊറിയോഗ്രാഫറാണ്. അതോടൊപ്പം തന്നെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറും കൂടിയാണ്. മലയാളികളെ എല്ലാം ഇഷ്ടപ്പെടുന്ന ഫുഡ്. അതോടൊപ്പം എനിക്കും ഫുഡിനോട് ഭയങ്കര ക്രേസുള്ള ചെറുപ്പം തൊട്ടായാലും ഞാൻ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയായിരുന്നു. മെയിൻലി നമ്മൾ തുടങ്ങുന്നത് ചായയിലായിരിക്കും എല്ലാവരും. അപ്പോൾ ഞാൻ ആദ്യമേ എൻ്റെ ഫ്ലോപ്പ് എന്ന് പറയുന്ന ചായ തന്നെയാണ്. കൂടുതൽ കടുപ്പം കൂടി പോയിട്ട് എൻ്റെ ചായ ഫ്ലോപ്പായി പോയത്. നമ്മൾ തിരക്ക് പിടിച്ച ഈ ലൈഫിൽ നമ്മൾ എപ്പോഴായാലും വീട്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കായിരിക്കും പറ്റാനുള്ള. അതോടൊപ്പം നമ്മൾ ഹോട്ടലിലായാലും എല്ലാ ബാക്കി കാര്യങ്ങളിലായാലും ഇങ്ങനെ ഫാസ്റ്റ് ഫുഡും ഫ്ലേവർ അടങ്ങിയ ഫുഡ്സ് നമ്മൾ കൂടുതലും കഴിക്കണം.
ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ബോഡി നോക്കാനായാലും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഞാനിപ്പോൾ തയ്യാറാക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളൊരു ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യാണ്ട് നമ്മുടെ ബോഡിയിലോട്ട് പ്രോട്ടീൻ അടങ്ങുന്ന ഫുഡ്, അതോടൊപ്പം തന്നെ കൂടുതൽ ആ ഒരു ഫുഡ് വെച്ചുള്ള എക്സ്പീരിമെൻറ്റ്സ് ആയാലും പുതിയ ഫുഡ് പ്രൊഡക്ട്സ് വെച്ചിട്ട് നമ്മൾ പുതിയ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കണം. ഇതൊക്കെയാണ് കൂടുതലും ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട്. ഞാൻ ഈ ഇടയ്ക്ക് നേര് സിനിമ ഉണ്ട്, അതിൽ ഷെഫ് പ്ലസ് സാറിൻ്റെ ഒരു ക്യാമിയോ റോൾ ഉണ്ട്. ഞാനും ഫ്രണ്ട്സും ഫാമിലി അടിക്കുമ്പോഴാണ് കണ്ടത്. അപ്പോൾ ആ ഫ്രെയിമിൽ കണ്ട ആ ഒരു സിനിമ, ആ ഒരു തിയേറ്ററിൽ കണ്ട ഷെഫ് പ്ലസ് സാറിനെ ഞാൻ ഇന്ന് നേരിട്ട് കാണാൻ പോകണേ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് അതിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഷെഫ് പ്ലസ് സാറിനെ മുമ്പിൽ കാണാം. നമസ്കാരം. കയ്യൊക്കെ നടത്തി. സന്തോഷം. ഇതേ ഒരു പുള്ളി ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഷോ ശ്രുതി അറിയാലോ. അപ്പൊ എന്താണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്? ആക്ച്വലി എന്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ സംഭവം വെച്ചാല് ഇതില് നമ്മുടെ ബ്രെഡ് ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് മാറ്റി വെച്ച്, പിന്നെ സവാള തക്കാളി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് നമ്മുടെ ഓംലേറ്റ് മിക്സ് ചെയ്ത് അതിൽ ചെറുതായിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് സ്ലൈസ് അതിലോട്ട് ഇട്ട് ഒരു ഡിഷിനകത്ത് എന്തെല്ലാം പരീക്ഷിച്ച്. പുള്ളിയുടെ പ്രൊഫൈലൊക്കെ നമ്മൾ നോക്കിയപ്പോൾ പുള്ളി ചോപ്സി, പിന്നെ ഫ്രൈഡ് ചിക്കൻ്റെ ഡിഫറെന്റ് വേരിയേഷൻസ്, ഇതൊക്കെ പുള്ളി ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമാണോ അതോ കഴിക്കാൻ ഭയങ്കര താല്പര്യമാണോ? അതെ, നമുക്ക് ഭയങ്കര പേര് എനിക്ക് ആക്ച്വലി നാമകരണം നടത്തിയ ഞാൻ പറയട്ടെ. ഇപ്പൊ മാസ്റ്റർ ഷെഫ് എന്ന രീതിയിൽ സാറിന്റെ ഒരു പേരിട്ട് അവന് ഭാഗ്യം വരെ കിട്ടാനില്ല. ഇട്ടുകൊടുത്തോ? ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളി. ചെറിയ എന്റെ പരീക്ഷണം പോലെ അല്ല, ഇത് സക്സസ് ആണ്. കേട്ടാ മതി. ഓക്കെ, ഞാനപ്പോൾ ഒരു കാര്യം പറയാം. ഇത്രയും വലിയ ഇവിടെ നിന്ന് വാചകം അടിച്ച് ഞാൻ പറയേണ്ട ഷോയിൽ വന്ന് മൊത്തം സ്പേസും എടുത്ത്, അതുകൊണ്ട് ഇതിന്റെ പേര് ശ്രുതി തന്നെ ഇടണം. നമ്മളൊരു ഡിഷ് ഇടുമ്പോഴത്തേക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പേര് വേണം. ഇതിനകത്ത് ബ്രെഡ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, വേറെ കുറെ ഇദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫൈനൽ ഡിഷാണ്. നമ്മൾ അവസാനം കഴിക്കുമ്പോൾ രുചി അതാണ്. ഇപ്പൊ എന്ത് ഡിഷ് ഉണ്ടാക്കി എന്നുള്ളതല്ല കാര്യം, എന്ത് ചേർത്തു എന്നല്ല, ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു മാനദണ്ഡം. ആ രീതിയിൽ ഒരു ഗുമ്മം വേണ്ടേ പേര്? വേണം. ഫിഷ് നിർവാണം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഞാനൊരു പേരിട്ട് തരാം, ബ്രെഡ് ചിക്കോ. ഒയ്യോടാ, ഇത് കൊള്ളാലോ. ഇത് ബ്രെഡ് ചിക്കനോട് ബ്രെഡ് ചിക്കോ. ഞാൻ കുറെ ചിന്തിച്ചേ. കുറെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി ഇതിന്റെ നെക്സ്റ്റ് ലെവലാക്കി. നീ വീടിന്റെ മുമ്പിൽ ഒരു കട ഇട്ടോ, ബ്രെഡ് ചിക്കോ. അത് ശ്രുതിയാണ് പേരിട്ടേക്കുന്നത്. അത് എടുത്തറിയണം. ഈ കടയുടെ ഐശ്വര്യം വേണ്ട. അതിന്റെ ആവശ്യം. അപ്പൊ ജൂഡ് എന്താ ചെയ്യുന്നത് ശരിക്കും? ആക്ച്വലി ഞാനിപ്പോൾ SH കോളേജ് തേവരില്ലേ, ജേർണലിസം ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഞാനത് കഴിഞ്ഞ് പഠിച്ചിറങ്ങി അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് മീഡിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളൊരു അഡ്വർടൈസ്മെന്റ് കമ്പനി തുടങ്ങുന്ന രീതിയിലാണ്. ഫ്രണ്ട്സും ഞങ്ങളുടെ ഗ്രാഫിക് ഡിസൈൻ, VFX ആൻഡ് നമ്മുടെ ജേർണലിസം. പിന്നെ മെയിൻലി എൻ്റെ എന്ന് വെച്ചാൽ ഡാൻസ് ആണ്. ഡാൻസ് കൊറിയോഗ്രഫിയും അത് പെർഫോമിംഗ് ആർട്ടിസ്റ്റായിട്ട് ഞാൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു പെർഫോമൻസ് എന്തായാലും അപ്പൊ ഇവിടെ നടുക്കുന്ന ആളെ സിമ്പിൾ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കും കൊറിയോഗ്രാഫർ. നമുക്ക് എല്ലാവർക്കും അറിയണ സോങ് ആണ് കലാപക്കാര. ഓക്കെ, നമുക്ക് സിമ്പിൾ സ്റ്റെപ്പ്, മെയിൻ സ്റ്റെപ്പ് എന്ന് പറയാം. ഷെഫിന്റെ ഡാൻസ് കഴിവ് നമ്മളിപ്പോ ഇവിടെ കാണണം. കളിക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ജസ്റ്റ് 1 2 3 4. Come on. Okay. Just shoulder. Simple ആണ്. ജാവ സിമ്പിൾ ആണ്. Come on. 1 2 3 4. അതന്നെ കറക്റ്റ്. Come on, അത്രയുള്ള കാര്യം. Ready. Okay. േസന്തോരം ചുമ്മാതെ എന്നാളും കണ്ടോരാ ചൂടന്മാരാ കൊലവരിയുള്ളോരാ തോക്കില്ലേലും കയ്യൂക്കിൻ തന്നേണം കണ്ടോടാ പടിയില്ലാത്തോരാ ഉടനടിയെത്തോരാ കലാപക്കാര ഞങ്ങൾ വികാരമില്ല വൈകൾ കടാരകേറ്റും നോക്കായിടം വരം ഈ ഒരു ഗതിയാകുന്നു മൂടിൽ കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം ഇടഞ്ഞൊടുക്കെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങളെ കണ്ടു എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ആക്ച്വലി അറിയാൻ പാടില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടല്ലേ ഫസ്റ്റ് ഫ്ലോപ്പ് ആവും, പിന്നെ സെറ്റ് ആവും, അങ്ങനെയല്ലേ? അതെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്കില്ല് എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടോ. ഒറ്റ നിമിഷം കൊണ്ട് ഒരാൾ പറയുമ്പോ തന്നെ ആ സ്റ്റെപ്പ് പഠിക്കാൻ. അതെന്താണെന്നറിയാമോ? ഇവനും ഡാൻസർ, ഞാനും ഡാൻസർ. അതുകൊണ്ടാണ് ഇവനും ജേർണലിസം, ഞാനും രണ്ടുപേരും കൂടെ. താങ്ക് യു. അപ്പം പക്ഷെ ഞങ്ങളോട് കുക്കിംഗ് പറഞ്ഞ രണ്ടുപേരില്ല, ഞാൻ ഫ്ലോപ്പ് ആവാൻ ഓൾറെഡി അതിന്റെ ഒരു അമേച്ചർ ലെവലിലെത്തി. ഇനി കുറച്ചുകൂടെ ഇനി കുറച്ചുകൂടെ അതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടെ നമ്മൾ നല്ല നല്ല പുതിയ ഡിഷുകളൊക്കെ ട്രൈ ചെയ്ത് വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഷെഫായിട്ട് മാറാൻ പറ്റിയേക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് മാറട്ടെ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു നമ്മുടെ ഈ ഒരു ഷോയിൽ വന്നതിലും ഇതുപോലെ എൻ്റർടൈൻ ചെയ്ത് ഡാൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു ഇതിൽ
വലിയൊരു താങ്ക് യു. ഒരു കാര്യം കൂടെ പറയൂ. ഞാൻ ഒരു കാര്യം ആദ്യമേ ചോദിച്ചായിരുന്നു, എനിക്ക് ഇതുവരെ ഉത്തരം തന്നില്ല. ടീസ്പൂണിന്റെ അല്ലേ? അത് പറയാം. എനിക്ക് ഇനി അതിനകത്ത് പറയാനുള്ള ഈ ടേബിൾ സ്പൂൺ ടീസ്പൂൺ എന്നും കൺഫ്യൂഷൻ ആണ്. അപ്പൊ എനിക്കിത് പറയാനുള്ളത് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, ഇത് ആദ്യം ഈ ടേബിൾ സ്പൂണും ടീസ്പൂണും എടുത്ത് നമ്മൾ ആരും ഞാൻ ദൂരെ കളയാ. ഇതിനകത്ത് ആകെ ചെയ്യേണ്ടത് മെഷർമെന്റ് എന്ന് പറയുന്നതാണ്, കൃത്യം. ഇപ്പൊ ടേബിൾ സ്പൂണിൽ ഇതൊരു സ്പൂൺ ആണെങ്കിൽ 10 ഗ്രാം, ഇതിപ്പോ ഒരു സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കോരി എടുക്കാം, ഇത്രയും എടുക്കുക. അതിൻ്റെ ഈൽഡ് മാറിപ്പോവും എപ്പോഴും. അളവ് ഏറ്റവും തെറ്റുന്ന ഈ ടേബിൾ സ്പൂൺ ടീസ്പൂണിൻ്റെ കണക്കിലാണ്. അതിന് ഇൻ്റർനാഷണലി ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വേ ചെയ്തിട്ട് 10 ഗ്രാം മുളക് പൊടി എന്ന് പറഞ്ഞാൽ അതിനി ഏത് അളന്നാലും 10 ഗ്രാം തന്നെ ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ ബേക്കിംഗ്, നിങ്ങളുടെ ഇഷ്ടികയായി പോയിട്ട് ഏറ്റവും വലിയ കാര്യം ഈ ടീസ്പൂൺ ഉപയോഗിച്ചിട്ടാണ്. കാരണം 1 ഗ്രാം മാറിയാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ടെക്സ്ചർ മാറും, ടേസ്റ്റ് മാറും. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ടീസ്പൂൺ നമ്മുടെയൊക്കെ റെസിപ്പിയിൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല. ആക്യുറേറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ ഒരു തവണ വേ ചെയ്തിട്ട് നിങ്ങളൊരു മീൻകറി ഉണ്ടാക്കി മല്ലിപ്പൊടി 25 ഗ്രാമിൽ അത് പെർഫെക്റ്റ് ആയെങ്കിൽ എപ്പോഴും ആ 25 ഗ്രാം അളന്നിട്ട് കഴിഞ്ഞാൽ കൃത്യമായിരിക്കും. അത് 2.5 സ്പൂൺ ആകുമ്പോൾ നമ്മുടെ മൂഡ് പോലെ എടുക്കുന്നതിൻ്റെ അളവ് കൂടി അത് 250 ഗ്രാമോ അല്ലെങ്കിൽ അതിൻ്റെ എപ്പോഴും ആവും. അപ്പോൾ അതുകൊണ്ട് വെയിങ് മെഷീൻ, നമ്മുടെ ഷെഫ്സ് എല്ലാം പ്രൊഫഷണലി ലോകം മുഴുവൻ വേ ചെയ്ത് എക്സാക്ട്ലി ഒരു കറി ഉണ്ടാക്കിയാൽ, ഒരു ഡിഷ് ഉണ്ടാക്കിയാൽ അത് കൃത്യമായിരിക്കും. സാറ് നേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായില്ല? അതെ. കണ്ടോണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ ഇത് നമ്മുടെ ഷെഫ് ഏട്ടനല്ലേ? അതെ. ഇപ്പൊ ഷെഫ് ചേട്ടനെ കാണുമ്പോ ഞങ്ങളുടെ വേറെ ആളായിട്ടല്ലേ, ഞങ്ങളുടെ ഫാമിലി മെമ്പറിനെ പോലെ തന്നെ. അപ്പൊ നമ്മുടെ ആളല്ലേ, ആ രീതിയിലാണ് കണ്ടത്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു സമയത്ത് കണ്ട്. അതിപ്പോ നേരിട്ട് കാണാൻ പറ്റിയപ്പോ കൂടുതൽ സന്തോഷം എനിക്ക്. ഭയങ്കര സന്തോഷം. ലാലേട്ടൻ്റെ ഇത്ര ഒരു വിജയിച്ച സിനിമയിൽ ഭാഗമാകാൻ പറ്റിയ ഒരു ചെറിയൊരു റോളാണ്. പക്ഷെ എന്നാലും എന്നെ ആളുകൾ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടൊക്കെ മെസ്സേജ്. അതെ, ഒരു ഗുമസ്തനായിട്ടുള്ള വേഷമാണ്. അപ്പോൾ ആളുകൾ ഇത് ഒരിക്കലും അറിയാത്ത രീതിയിൽ ആയിരക്കണക്കിന് വീഡിയോസ് തിയേറ്ററിൽ നിന്നുള്ളത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിലും അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത് അത് പറയാൻ പറ്റില്ല. അതൊക്കെ ഇനി വലിയ 1-2 സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പറയും. അത് നായകനൊന്നുമല്ല. അപ്പൊ ജിത്തു ചേട്ടന്റെ ജിത്തു സാറ് ഒരു റോള് ഇങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഓടിപ്പോയി അഭിനയിച്ചു ഒറ്റ ദിവസം കൊണ്ട്. താങ്ക് യു. രണ്ടാമത്തെ സിനിമയാണ്. അതിന് മുമ്പ് ഒരെണ്ണം അഭിനയിച്ചു. അത് ധ്യാൻ ശ്രീനിവാസന്റെ ചീന ട്രോഫി. അത് 2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് നിൽക്കുകയാണ്. സംഭവം അങ്ങനെ ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർഫിലയുടെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡ് വരും. അതിൽ ഇതുപോലുള്ള ആൾക്കാരുടെ കുറേ കഥകളും വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് 2 പേർക്കും ഗംഭീരമായിട്ടൊരു വർഷം ആശംസിക്കുന്നു. അടിപൊളി ഒരു കൊറിയോഗ്രാഫറായിട്ട് വരട്ടെ. അതുപോലെ ശ്രുതിയുടെ പിന്നെ നമുക്കറിയാം അടിപൊളി തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഒത്തിരി യാത്രകളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട്, ഇതുപോലെ ഹാപ്പി ആയിട്ട് മറ്റുള്ളവരെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഷെഫിന്റെ കൂടെ ട്രാവൽ ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതായിരിക്കും. ഒരുമിച്ച് കൊണ്ടുപോകും. നമുക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ലൊക്കേഷൻ, നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ അവിടുത്തെ ഭക്ഷണമൊക്കെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.